മൃത്യും ഹര ഹര യമ യമ മദ മദ കാലം സംഹര സംഹര സർവഗ്രഹാൻ ചൂർണയ ചൂർണയ നാഗാൻ മുഠയ മുഠയ രുദ്രരൂപാ ത്രിഭുവനേശ്വര സർവതോമുഖ കുംഭൾ സ്വാഹ. ഓം നമോ മഹാഗണപതേ മഹാവീരായ ദശഭുജായ മദനകാല വിനാശന മൃത്യും ഹര ഹര യമ യമ മദ മദ കാലം സംഹര സംഹര സർവഗ്രഹാൻ ചൂർണയ ചൂർണയ നാഗാൻ മൂഢയ മൂഢയ രുദ്രരൂപാധുവനേശ്വര കുംഭൾ സ്വാഹ. ശ്വാസം കൊടുത്തോളൂ. ഓം നമോ ഗണപതയേ ശ്വേതാർക്ക ഗണപതയേ ശ്വേതാർക്കമൂല നിവാസായ വാസുദേവപ്രിയായ ദക്ഷാ പ്രജാപതി രക്ഷകായ സൂര്യവരദായ കുമാരഗുരുവേ ബ്രഹ്മാദിസുരാസുരവന്ദിതായ സർവഭൂഷണായ ശശാങ്കശേഖരായ സർവമാലാലങ്കൃതദേഹായ ധർമ്മദ്വിജായ ധർമ്മവാഹനായ ത്രാഹി ത്രാഹി ദേഹി ദേഹി അവതാര അവതാര ഗംഗണപതേ വക്രതുണ്ട ഗണപതേ വരവരദ സർവപുരുഷവശങ്കര സർവദുഷ്ടമൃഗവശങ്കര സർവസ്വശങ്കര വശീഗുരു വശീഗുരു സർവദോഷാൻ ബന്ധയ ബന്ധയ സർവവ്യാധിന്ദയ നിന്ദയ സർവവിഷാണി സംഹര സംഹര സർവദാരിദ്ര്യം മോചയ മോചയ സർവകാര്യാണി സാധയ സാധയ ഗം 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 ഗണപതയേ നമഃ. ശാസ്ത്രം എല്ലാവരും നേരത്തെ വെച്ചേ. ഓം നമോ ഭഗവതേ ഗണേശ്വരായ നമഃ. ഓം നമോ ഭഗവതേ ഗണേശായ നമഃ. നമ്മളും നാമം ജപിക്കുക, മന്ത്രം ജപിക്കുക. നാമത്തിന് നൽകി ഭഗവാൻ നാരായണ നാമം ചൊല്ലാം അല്ലേ. ഓം നമോ ഭഗവതേ ഗണേശ്വരായ നമഃ. 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 ഓം നമോ ഈ ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും അവിടെ മാറുക. നമ്മൾ 1008 നാമം ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ നാമത്തെ ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ ദുരിതത്തെ അവിടെ മാറ്റാൻ കഴിയുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഭഗവാൻ പൂർണ്ണമായിട്ടും മനസ്സിലേക്ക് ഓർത്തത് എൻ്റെ ദുഃഖത്തെയും ദുരിതത്തെയും വിഷമതകളെയും മാറ്റിക്കൊണ്ട് സൂര്യതേജസ്സിന് അധികാരിയായിട്ടുള്ള ഗണേശ്വര നീ എന്നോടൊപ്പം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതം കൂടുതൽ സുഖകരമാകുന്നു എന്നതാണ്. ആ ഭഗവാനെ തന്നെ അങ്ങനെ മനസ്സിലേക്ക് കണ്ട് ജപിക്കുക. ഓം ഗണേശ്വരായ നമഃ. ഓം ഗണേശ്വരായ നമഃ. വിളിക്കുമ്പോൾ ഭഗവാൻ അടുത്ത് വരണ്ടേ? അതെങ്ങനെ വിളിക്കുക? വിളിക്കണം. ഭഗവാനെ നീ എൻ്റെ അരികിൽ വരിക എന്നങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ പറ്റുമോ? ഭഗവാൻ എന്നുള്ളത് നമ്മുടെ ദൂരെ നിൽക്കേണ്ട ആളല്ല, നമ്മുടെ സഖനാണ്. അതുകൊണ്ടാണ്
ആദ്യം പറഞ്ഞത് ഭഗവാനെ